ചണ്ഡീഗഡ് ബി.ജെ.പി. ആസ്ഥാനത്തെ സ്ഫോടനത്തിൽ 2 പേർ അറസ്റ്റിൽ. അമൻ, ഗുർതേജ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് സംശയാസ്പദമായ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരുമായി എസ് നന്ദഗോപനാണ് ചേർന്നത്. നന്ദൻ, എന്താണ് സംഭവം? സ്ഫോടനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവരിൽ നിന്ന് ചില വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്നു. എന്താണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? ചണ്ഡീഗഡിലെ സെക്ടർ 37-ലെ പഞ്ചാബ് ബി.ജെ.പി. ആസ്ഥാനം, അതായത് കമരം എന്നുള്ളതാണ് ഓഫീസിന്റെ പേര്. അതിന് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായത്. സംഭവത്തിൽ 2 പേരെ, അമൻ സിംഗ് അതേപോലെ തന്നെ ഗുർതേജ് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ചില സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറിയിട്ടുണ്ട്. സ്ഫോടനത്തിന് ശേഷം സെക്ടർ 24 ഭാഗത്തേക്ക് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇവരെ CCTV ദൃശ്യങ്ങളുടെയും മൊബൈൽ ടവർ ലൊക്കേഷന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. സംഭവത്തിൽ പാക് ബന്ധമടക്കം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഒരു ചൈനീസ് നിർമ്മിത P-86 ഹാൻഡിൽഡ് ഗ്രനേഡ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴി അതിർത്തി കടത്തി എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നത്. അതായത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുണ്ടായ ഒരു ആക്രമണമല്ല, കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ പങ്കടക്കം സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാഖി നിരോധിത സംഘടനയായ ബബർ ഖലീസ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സുഖ്ജീന്ദർ സിംഗ് ബബ്ബർ എന്ന വ്യക്തിയുടെ പേരും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെയായിട്ടും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. മാത്രമല്ല, പ്രദേശത്താകെ സുരക്ഷ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികളിൽ ഒരാൾ ഗ്രനേഡിന്റെ പിൻവലിക്കുന്നത്, അതും എറിയുന്നതും ഒക്കെ തന്നെ മൊബൈലിൽ പകർത്തുന്നതായിട്ടുള്ള ഒരു 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇതിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കൂടുതൽ വിശദമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ഫോടനം നടന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനും സ്കൂട്ടറിനും കേടുപാട് സംഭവിച്ചൊഴിച്ചാൽ മറ്റ് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് NIA സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ NIA കേസ് ഏറ്റെടുത്തിട്ടില്ല. അതേസമയം NIA കൂടി സമാന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്.